ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടെ പാലിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തെ ഉൾപ്പെടുത്തി ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാനിലും അല്ലാതെയും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വാലിഹായ അമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം നൽകി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയുടെ തെരുവോരങ്ങളിൽ കൂടെ ഒരു ദിവസം മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു സ്വയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഓടി നടക്കുകയാണ്. നാഫക ഹംദല, നാഫക ഹംദല, ഹംദല മുനാഫിഖായി, ഹംദല മുനാഫിഖായി എന്ന് അദ്ദേഹം സ്വയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഓടി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്വഹാബത്ത് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി കാരണം അന്വേഷിക്കുന്നുണ്ട്. വീണ്ടും ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ ഹംദല റളിയല്ലാഹു അൻഹു തആലയെ പ്രവാചക സന്നിധിയിൽ ഹാജരാക്കുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം ഇങ്ങനെ നാഫക ഹംദല, നാഫക ഹംദല എന്ന് വിളിച്ചു പറഞ്ഞ് ഓടി നടക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് മഹാനായ ഹംദല റളിയല്ലാഹു അൻഹു പ്രവാചകന് നൽകിയിട്ടുള്ള ഒരു മറുപടിയുണ്ട്. പ്രവാചകരെ, താങ്കളുടെ സദസ്സിലിരിക്കുമ്പോൾ, ഇസ്ലാമിക വിജ്ഞാന വേദിയിൽ പങ്കെടുക്കുമ്പോൾ, അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സിലിരിക്കുമ്പോൾ എനിക്കെൻ്റെ ഈമാന് വർദ്ധിക്കുന്നതായിട്ട് തോന്നാറുണ്ട് പ്രവാചകരെ. പക്ഷേ ഈ സദസ്സിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കച്ചവടത്തിൽ ഏർപ്പെടുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടുകാരെ സഹായിക്കുന്നുണ്ട്, എൻ്റേതായ പ്രവർത്തനങ്ങളിൽ ഞാൻ വ്യാപൃതനാവുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ ഈമാനിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടുണ്ടോ, കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു പേടി എനിക്കുണ്ട് പ്രവാചകരെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹംദല റളിയല്ലാഹു അൻഹുവിനെ തിരുത്തി പറയുന്നുണ്ട്, അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ ഇങ്ങനെ കൂടും കുറയുകയൊക്കെ ചെയ്യും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വാളിറ്റി ആയിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടുകിട വിറക്കുകയും അവൻ്റെ ആയത്തുകളെ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുന്ന വേളയിൽ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സത്യവിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. സത്യവിശ്വാസികൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ മതത്തിലുമുള്ള ആ ഈമാനിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാനും നിങ്ങളും നമ്മളോട് സ്വയം ചോദിക്കേണ്ടുന്നതുണ്ട്. വിശുദ്ധ റമളാൻ മാസത്തിലെ ഓരോ അനുഷ്ഠാനങ്ങളെ പഠിപ്പിച്ചപ്പോഴും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് മൻ സ്വമ റമളാനൻ ഈമാനൻ വഹ്തിസാബ, മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബ. നമ്മളിങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈമാനൻ വഹ്തിസാബ, ഈമാൻ ഉണ്ടാവുക, ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഒരു സത്യവിശ്വാസിയെ രക്ഷപ്പെടുത്തുകയുള്ളൂ എന്ന് ചരിത്രം നമുക്ക് തെളിയിച്ചു തന്നിട്ടുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഫിർഔനിന്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ട് വിശ്വാസി സമൂഹത്തോടൊപ്പം ഓടി രക്ഷപ്പെടുന്ന മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം ചെങ്കടലിന്റെ മുന്നിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ മുന്നിൽ ചെങ്കടല, പിന്നിൽ ഫിർഔനിന്റെ കിങ്കരന്മാരാ. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാത്ത വേളയിൽ തൻ്റെ കൂടെ വിശ്വസിച്ച് പുറപ്പെട്ട അനുയായികള് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നുണ്ട്, ഇന്നാ ലമുദ്റകൂൻ, മൂസാ നബിയെ നമ്മൾ പെട്ടുട്ടോ, നമ്മൾ പെട്ടുപോയിട്ടോ എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറഞ്ഞ അല്ലാഹുവേ ഈ കടലിനെങ്ങനെ രണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊരു മാർഗം കാണിച്ചു തരണേ എന്ന പ്രാർത്ഥനയല്ല മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നടത്തുന്നത്. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിലും അല്ലാഹുവിലുമുള്ള തൻ്റെ വിശ്വാസത്തെ അനുയായികൾക്ക് പകർന്നു നൽകുന്ന മൂസാ നബിയുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന മഅിയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ പടച്ചോണ്ട്, നിങ്ങൾ പേടിക്കണ്ടട്ടോ, ഇതുവരെയുള്ള പ്ലാനൊന്നും ഇൻ്റെതല്ല, അതൊക്കെ പടച്ചോണ്ടതാ. അപ്പൊ ഇവിടെ അങ്ങോട്ടുള്ള പ്ലാനും അതും പടച്ചോണ്ടതാണ് കേട്ടോ എന്ന
എന്ന വിശ്വാസത്തിന്റെ ഫലമായി അള്ളാഹു അവിടെ വഴി കാണിച്ചു കൊടുക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം. നമ്രൂദിന്റെ കിങ്കരന്മാര് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് ഇബ്രാഹിം നബിക്കറിയാ തീക്കുണ്ടാരം എന്നെ കരിച്ച് ചാമ്പലാക്കും, പക്ഷേ എനിക്ക് എത്തിപ്പെടാനുള്ളത് അള്ളാന്റെ കോടതിയിലാ, അവിടെ എനിക്ക് രക്ഷയുണ്ട്. ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ, എനിക്കല്ല മതി, ബലമേൽപ്പിക്കാൻ അവൻ എത്ര ഉത്തമൻ എന്ന അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അവിടെ അള്ളാന്റെ കൽപ്പന ഉണ്ടാകുന്നത്. കുല്ലാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് സമാധാനാവണട്ടോ, തണുപ്പാവണട്ടോ എന്നുള്ള കൽപ്പന ഇറങ്ങിയത് ആ വിശ്വാസത്തിന്റെ പുറത്താണെന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പ്രതീക്ഷയില്ല, ഈ മത്സ്യം കരക്കെത്തുന്നതും എന്നെ പുറന്തള്ളുന്നതും എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന ഘട്ടത്തിലാകുമ്പോഴും അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, പ്രാർത്ഥനയല്ല നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ആരാധനക്കർഹനായി അള്ളാഹു മാത്രം, നീ എത്ര പരിശുദ്ധൻ, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, പടച്ചോനെ ഞാൻ അക്രമകാരിയിൽ പെട്ടിട്ടുണ്ട് കേട്ടോ, നിന്റെ അനുവാദമില്ലാതെ പ്രബോധനം നിർത്തിവെച്ചിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതാ, ഞാൻ അക്രമകാരികളിൽ പെട്ടിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട് എന്ന അള്ളാഹുവിലുള്ള വിശ്വാസം അവിടെ കാണിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹു നൽകിയ കൽപ്പനകളെ അത്രമാത്രം ശിരസാ വഹിക്കുന്ന പ്രവാചകന്മാരുടെയും മുൻഗാമികളുടെയൊക്കെ ചരിത്രം വഹിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ നമ്മൾ എത്രത്തോളം ദൃഢമാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമളാനിലെന്ന് നമ്മളൊരു സ്വയം വിചിന്തനം നടത്തേണ്ടുന്നതുണ്ട്. മറിയം ബീവിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഗർഭിണിയായി നടക്കാൻ പോലും പ്രയാസപ്പെട്ട് വീട് വിട്ടിറങ്ങുന്ന മറിയം ബീവിക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം അന്വേഷിക്കുമ്പോൾ അള്ളാന്റെ കൽപ്പനയുണ്ട്, നിന്റെ മുമ്പിലുള്ള ഈന്തപ്പന മരം അതിങ്ങനെ കുലുക്കിയിട്ട് അതിൽ നിന്ന് ഈത്തപ്പഴം തള്ളിയിട്ട് ഭക്ഷിച്ചോന്ന് അള്ളാന്റെ കൽപ്പന വരുമ്പോ 4 or 5 ആള് ഒന്നിച്ച് കുലുക്കിയ കുലുങ്ങാത്ത ഈന്തപ്പനയാണ് നടക്കാൻ പോലും പ്രയാസമുള്ള ഗർഭിണിയായ ഒരു സ്ത്രീയോട് അള്ളാഹു കുലുക്കാൻ പറയുമ്പോ, അള്ളാഹുവേ എന്നെ കളിയാക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം പോലും തിരിച്ച് ചോദിക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടില്ല. അള്ളാഹുവിലുള്ള വിശ്വാസം അവിടെ കൃത്യമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുക, അള്ളാഹു തൻ്റെ അടിയാന്മാരോട് പറയുന്നതും അത് തന്നെയാണ്. പരിശുദ്ധ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഒരുപാട് അപാകതകൾ, ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവും. ഖുലിയാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. സ്വന്തം ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ അടിയാമാരെ, എൻ്റെ അടിമകളെ അള്ളാഹ് വിളിക്കുക. സ്വന്തത്തോട് അക്രമം കാണിച്ചിട്ടുള്ള എൻ്റെ അടിമകളെ, അള്ളാന്റെ കാരുണ്യത്തെ പറ്റിയിട്ട് നിങ്ങൾ നിരാശരാവണ്ടട്ടോ, നിങ്ങൾ ബേജാറാവണ്ടട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങളുടെ പാപങ്ങളൊക്കെ പടച്ചോൻ പുറത്തു തരും, നിങ്ങളുടെ പാപങ്ങളൊക്കെ പടച്ചോൻ പുറത്തു തരും. അതിന് നിങ്ങൾ സമയം കണ്ടെത്തുക, അതിന് നിങ്ങൾ സന്ദർഭം ഉണ്ടാക്കുക, അള്ളാഹുവിനോട് തേടുക, പ്രാർത്ഥിക്കുക, അവനിലേക്ക് അടുക്കുക. വിശുദ്ധ ഖുർആന്റെ ചോദ്യമുണ്ട്, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം. അത്തരത്തില് സൃഷ്ടിയോടടുക്കുന്ന, അടുത്ത് നിൽക്കുന്ന ആ റബ്ബിനോട്, കരുണാനിധിയായ പരമകാരുണികനായ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നേർച്ചയർപ്പിക്കുന്ന വിഷയത്തില്, അവൻ ആരാധിക്കുന്ന വിഷയത്തില്, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന വിഷയത്തില്, മനുഷ്യ നിന്നെ വഞ്ചിച്ച് കളഞ്ഞ വിഷയം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുമ്പോ, പരിശുദ്ധ റമളാനോടുകൂടി പാപങ്ങൾ കഴുകിക്കളഞ്ഞ് തൗബ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി ഒരു ചെറിയ കുട്ടിയെ പോലെ നിഷ്കളങ്കമായി ഈ റമളാനിൽ നിന്ന് തിരിച്ചിറങ്ങി മരണം വരെ റമളാനിലേതുപോലെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മരണം മുതൽ അങ്ങോട്ട് പെരുന്നാൾ പോലെ ജീവിക്കാമെന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് വാഗ്ദാനം നൽകുമ്പോൾ പിന്നെ എന്തിനു നമ്മൾ ബേജാറാവണം? ആ അള്ളാഹുവിലുള്ള
വിശ്വാസവും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന കണ്ണിന്റെ കെട്ടനോട്ടവും ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതും സൂക്ഷ്മമായി അറിയാൻ കഴിവുള്ള പടച്ച റബ്ബില് കൃത്യമായിട്ട് വിശ്വസിച്ച് ആ വിശ്വാസം കൃത്യമായിട്ട് ദൃഢമായി ഉറപ്പിച്ചു വെച്ച് മരണം വരെ ആ ഈമാനോട് കൂടി മാത്രം പ്രവർത്തനങ്ങളിൽ മുഴുകാൻ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളെ, തെറ്റുകുറ്റങ്ങളെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. നിന്റെ ദീന് യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അനുധാവനം ചെയ്ത് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരിച്ചു നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വ ഖിയാമനാ വ സിയാമനാ വ തിലാവതനാ വ സദഖാതിനാ വ സായിരി അഅമാലിനാ സ്വാലിഹാത്ത യാ റബ്ബൽ ആലമീൻ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.